നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തല. പളനിയിലെ ഭക്തി നിർമ്മലമായ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിച്ചു. പുരാതന നഗരമായ മധുരയിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. പളനിയിൽ നിന്നും ഏകദേശം 3 മണിക്കൂർ സഞ്ചരിച്ചാൽ മധുരയിലെത്താം. യാത്ര തുടരവേ സമയം ഉച്ചയോടടുത്തിരുന്നു. ഏകദേശം 1:30 മണിയായപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് തോന്നി തുടങ്ങി. തമിഴ്നാടിന്റെ ഈ പാതയോരങ്ങളിൽ നല്ല ഭക്ഷണശാലകൾ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ഇരിക്കെയാണ് റോഡരികിൽ അറുപടൈ എന്ന പേരിലുള്ള മനോഹരമായ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വൃത്തിയുള്ള അന്തരീക്ഷം കണ്ടപ്പോൾ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ ആവാം എന്ന് തീരുമാനിച്ചു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവിടെ താലി എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ മീൽസ് ആണ്. ഒരു വലിയ പ്ലേറ്റിൽ ചപ്പാത്തി, ചോറ്, ഒപ്പം വിവിധതരം കറികൾ, അച്ചാർ, പായസം എന്നിവ അടങ്ങിയ വിഭവ സമൃദ്ധമായ ഊണ്. ക്ഷേത്ര ദർശനത്തിലുള്ള യാത്രയായതുകൊണ്ട് പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. ഭക്ഷണം നല്ല രുചിയുള്ളതായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അത്ര വിലക്കുറവുള്ള ഭക്ഷണം ഇവിടെ കിട്ടില്ല. കേരളത്തിൽ ഒരു സാധാരണ റെസ്റ്റോറന്റിൽ ഊണിന് 100-110 രൂപയെ കാണൂ. എന്നാൽ ഇവിടെ ഞങ്ങൾ കഴിച്ച ഈ ഒരു പ്ലേറ്റ് ഭക്ഷണത്തിന് 180 രൂപയാണ് ഇവർ ചാർജ് ചെയ്തത്. എങ്കിലും യാത്രക്കിടയിൽ ലഭിച്ച നല്ല ഒരു ഭക്ഷണമായതുകൊണ്ട് ആ വില ഞങ്ങൾക്ക് കൂടുതലായി തോന്നിയില്ല. ഭക്ഷണം കഴിഞ്ഞ് വളരെ തൃപ്തിയോടെ തന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി മധുരയിലേക്കുള്ള ദൂരം കുറവാണ്. പോകുന്ന വഴിയിൽ ജനലിലൂടെയുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. കുന്നുകളും മലകളും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി ദൃശ്യങ്ങൾ. മധുരയിലെ ചരിത്രമുറങ്ങുന്ന തെരുവുകളിലേക്കും മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങളിലേക്കും ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിച്ചുള്ള 3 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മധുരയിലെത്തി. സമയം ഇപ്പോൾ വൈകുന്നേരം 4 മണിയോടടുക്കുന്നു. മധുര മീനാക്ഷി ക്ഷേത്രത്തിന് ഏകദേശം 2 കിലോമീറ്റർ അകലെ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടി വന്നു. പാർക്കിംഗ് സൗകര്യങ്ങൾ പരിമിതമായതുകൊണ്ട് വലിയ വാഹനങ്ങൾ ക്ഷേത്രത്തിനടുത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നാണ് അറിഞ്ഞത്. അവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഓട്ടോറിക്ഷകളെയാണ് ആശ്രയിച്ചത്. ഇവിടെ കണ്ട ഒരു കൗതുകം, നമ്മുടെ നാട്ടിലെ പോലെ 3 പേരല്ല ഒരു ഓട്ടോയിൽ കയറുന്നത്. 9 മുതൽ 10 പേർക്ക് വരെ ഒരു ഓട്ടോയിൽ യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങൾ 16 പേർ 2 ഓട്ടോകളിലായി ക്ഷേത്രത്തിനടുത്തേക്ക് തിരിച്ചു.
ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ക്ഷേത്രത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി മൂടിവച്ചിരിക്കുകയാണ്. പുതിയ കോൺക്രീറ്റ് തൂണുകളും മറ്റും നിർമ്മിക്കുന്ന പണികൾ അവിടെ നടക്കുന്നുണ്ട്. ചരിത്രപ്രസിദ്ധമായ ആ ഗോപുരങ്ങളുടെ മുഴുവൻ ഭംഗിയും ഇപ്പോൾ ക്യാമറയിൽ പകർത്താൻ സാധിക്കില്ല എന്നറിഞ്ഞപ്പോൾ വലിയ ഒരു നിരാശ തോന്നി. ദർശനത്തിനായി ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് നിയന്ത്രണങ്ങളെക്കുറിച്ച് അറിഞ്ഞത്. മൊബൈൽ ഫോൺ, കുട, ക്യാമറ തുടങ്ങിയ യാതൊന്നും തന്നെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഇവയെല്ലാം കൗണ്ടറുകളിൽ പണമടച്ച് സൂക്ഷിക്കണം. ഭക്തജനങ്ങളുടെ തിരക്കു കാരണം ഏകദേശം 2 മണിക്കൂർ നീണ്ട വലിയൊരു കാത്തിരിപ്പിനൊടുവിലാണ് ഞങ്ങൾക്ക് ദർശനം ലഭിച്ചത്. ഉള്ളിലെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയാത്തതിൽ വല്ലാത്ത ഒരു നിരാശ തന്നെ തോന്നി. ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. വൈകുന്നേരത്തെ മധുര ടൗൺ വളരെ മനോഹരമാണ്. സജീവമായ തെരുവുകളും വർണ്ണാഭമായ കടകളും ഈ നഗരത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. ഇനി സമയം കളയാനില്ല. അടുത്ത യാത്ര രാമേശ്വരത്തേക്കാണ്. ഞങ്ങളിപ്പോൾ യാത്ര തുടരുകയാണ്. കടലിന് നടുവിലെ ആ പുണ്യഭൂമിയിലെ കാഴ്ചകൾക്കായി കാത്തിരിക്കാം. മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ഈ കാഴ്ചകളും ഞങ്ങളുടെ യാത്രാവിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ക്ഷേത്രത്തിനുള്ളിലെ കടുത്ത നിയന്ത്രണങ്ങൾ കാരണം പല ദൃശ്യങ്ങളും പകർത്താൻ കഴിഞ്ഞില്ലെങ്കിലും പുറത്തെ ആ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് രാമേശ്വരത്തെ വിസ്മയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.